നമസ്കാരം. സുഭാഷിതം. ഹരിണാപി ഹരേണാപി ബ്രഹ്മണാപി സുരൈരപി ലലാടലിഖിതാരേഖ പരിമാഷ്ടും ന ശക്യതേ. ഇവിടെ പറയുന്നത് വിഷ്ണുവോ ശിവനോ ബ്രഹ്മാവോ ദേവന്മാരോ ആരും ആകട്ടെ, എത്ര വലിയ മനുഷ്യരായിക്കോട്ടെ, എത്ര ചെറിയ മനുഷ്യരായിക്കോട്ടെ, വിഷയമില്ല. ഇവിടെ ചെറിയ ആളുകളല്ല സാധാരണ പറയുന്നത്. എത്ര വലിയവൻ എന്നുള്ള അർത്ഥം ഉള്ള ആരായിക്കോട്ടെ, ശിരോലിഖിതം തലയിലെഴുത്ത്, നമ്മൾ കേട്ടിട്ടില്ലേ തലയിലെഴുത്ത്? തലയിൽ എഴുതി വച്ചിരിക്കുന്നത് ഒരിക്കലും മായ്ച്ചു കളയാൻ ആരായാലും അത് കഴിയില്ല, അത് അനുഭവിക്കാതെ മാറില്ല എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്ന സുഭാഷിതത്തിന്റെ അർത്ഥം പറയുന്നത്, എത്ര വലിയവനാണെങ്കിലും, ഏത് തരക്കാരനാണെങ്കിലും, ഏത് ലോകത്ത് ജീവിക്കുന്ന ആളാണെങ്കിലും, നമ്മുടെ എല്ലാവരുടെയും ഒരു തലയിലെഴുത്തുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വേണ്ട. പക്ഷേ നമുക്കൊരു ശിരോലിഖിതമായ ഒരു തത്വം, ഒരു സത്യം ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ നിന്ന് സുഭാഷിതം പറയുന്നത് എഴുതി വെച്ച ഒരു സംഭവമാണ്. അത് കേൾക്കാൻ, അനുഭവിക്കാൻ ഉള്ളവരുണ്ടെങ്കിൽ അത് ആ ഒരു ലെവൽ, അത് അവരുടെ ശിരോലിഖിതമാണ്, എഴുതപ്പെട്ടതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മോദിജി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞില്ലേ? ഇപ്പൊ അദ്ദേഹം എത്ര വർഷം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? ഇപ്പോ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? അതിനുശേഷം വളർന്ന കാലഘട്ടങ്ങളിൽ ഒരു പ്രധാനമന്ത്രി ആകുമെന്നുള്ള രീതിയിലല്ലോ അദ്ദേഹം ജീവിച്ചത്. അല്ല, ഇതൊക്കെ തലയിലെഴുത്താണ്, എഴുതി വെച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകാനുള്ള യോഗമുണ്ട്. ഇത്തരത്തിലാണ് എല്ലാവർക്കും ഓരോ തരത്തില് യോഗം അവരുടെ തലയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ശിരോലിഖിതമാണ്. തലയിലെഴുത്ത് തൂത്താൽ മാറുമോ എന്ന് കേട്ടിട്ടില്ലേ? തലയിലെഴുത്ത് തൂത്താൽ മാറുമോ? ഇല്ല, മായ്ച്ചു കളയാൻ പറ്റില്ല. അത് അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ഈ ശരീരം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നല്ല നല്ല പുണ്യപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ മോശമായി വരുന്ന തലയിലെഴുത്ത് പോലും നമുക്ക് അതിനെ മായ്ച്ചു കളയാൻ പറ്റും. കാരണം ആ തലയിലെഴുത്തിനെ നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ തലയിലെഴുത്തിനെ മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും, തലയിലെഴുത്ത് നല്ല നിലവാരത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുകൂടി നമ്മൾ ഓർക്കുക. പക്ഷെ അതായിരിക്കും ആ തലയിലെഴുത്തിൻ്റെ ഒരു ഗുണം കൂടി എന്നുകൂടി ഇവിടെ വിശേഷിപ്പിക്കാം. ഇതാണ് സുഭാഷിതത്തിലൂടെ മനസ്സിലാക്കുന്നത്. ആരാണ്, എത്ര വലിയവനാണെങ്കിലും, വിഷ്ണു ആണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും ശിവനാണെങ്കിലും, ഉദ്ദേശിച്ചത് വലിയ അതൊക്കെ ഈശ്വരന്മാരെന്ന് പ്രതിപാദിക്കുന്നവരല്ലേ, അവരാണെങ്കിൽ പോലും തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ കഥകളറിയാം, നമ്മുടെ ശിവന്റെ കഥ അറിയാം, ബ്രഹ്മാവിന്റെ കഥ. ശിവനെ ഒരാൾക്ക് ഭസ്മാസുരന് വരം കൊടുത്തിട്ട് അവസാനം ഓടി നടക്കുകയായിരുന്നു. കാരണം വരം കൊടുത്ത ആളെ തിരിച്ച് ശിവനെ തന്നെ നിഗ്രഹിക്കാനായിട്ട് വന്ന കഥകൾ. അങ്ങനെ ധാരാളം കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കഥകളിലേക്ക് പോകാനല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആരായാലും തലയിലെടുത്ത് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല, അത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ സുഭാഷിതം പറയുന്നത്. നമസ്തേ.